യെസ്, മലയാളത്തിന് ഈ രീതിയിലുള്ള സിനിമകളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മാർച്ച് 27 റിലീസ് ചെയ്ത നമ്മുടെ ലൂസിഫർ 2 എമ്പുരാൻ തെളിയിച്ചിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരനെ പോലുള്ള ഒരു മലയാള സംവിധായകനും നടനും ഇത്തരത്തിലുള്ള ഒരു സിനിമ നിർമ്മിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യാൻ സാധിക്കും എന്നത് കൂടി തെളിയിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എമ്പുരാൻ എന്ന സിനിമ വേറെ ഒരു ലെയർ കൊടുക്കുന്ന സിനിമയാണ്. മലയാള സിനിമ ഇന്നോളം കണ്ടിരിക്കുന്ന ഒരു ലെയറിന് മുകളിലേക്ക് മറ്റൊരു ലെവൽ കൊണ്ടുവരാൻ പൃഥ്വിരാജിനും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും സിനിമ ഇറങ്ങിയതിനു ശേഷം പല ആളുകളും ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് ലൂസിഫറിനോളം വരില്ല, അല്ലെങ്കിൽ ലൂസിഫറിന് മുകളിൽ പോയി. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ ലൂസിഫറും എമ്പുരാനും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതില്ല. അത് ഒന്നാം ഭാഗവും ഇത് രണ്ടാം ഭാഗവും എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാം. പക്ഷേ ലൂസിഫർ എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത, കേരളത്തിന് അകത്ത് ഒതുങ്ങി നിന്ന ഒരു സിനിമ മാത്രമാണ്. അബ്രഹാം ഖുറേഷിയുടെ ജീവിതമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് എമ്പുരാനിൽ കൂടുതലായിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഇന്റർനാഷണൽ ആവും എന്ന രീതിയിൽ ലൂസിഫറിൻ്റെ ഒന്നാം പാട്ടിൽ തന്നെ നമുക്കൊരു സൂചന നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാം ഖുറേഷിയുടെ ജീവിതം എന്ന് പറയുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ജീവിതവുമായി അതിൽ നിന്നും ഒരുപാട് അകലെയാണ്. ആ രണ്ട് കഥാപാത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസവുമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രണ്ട് കഥാപാത്രങ്ങളെ വെച്ചിട്ട് നോക്കുമ്പോൾ അബ്രഹാം ഖുറേഷിയെയും സ്റ്റീഫൻ നെടുമ്പള്ളിയെയും ആളുകൾ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് സെക്കൻഡ് പാർട്ടിൽ, അല്ലെങ്കിൽ ആ സെക്കൻഡ് ഹാഫിൽ വരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം കേരളത്തിലേക്ക് എത്തുന്നത് അവിടെ കുറച്ചുകൂടി പഞ്ച്, അല്ലെങ്കിൽ സ്റ്റീഫന് കുറച്ചുകൂടി പഞ്ചുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തിൽ കണ്ടത്, അബ്രഹാം ഖുറേഷിയെ മോഹൻലാൽ ചെയ്തിരിക്കുന്നത്, ലാലേട്ടൻ ചെയ്തിരിക്കുന്നത് വേറൊരു സ്റ്റൈല് പിടിച്ചാണ്. ആ സ്റ്റൈലിൽ നിന്നും അവതരിപ്പിക്കുമ്പോൾ സ്റ്റീഫനെ വരാൻ പാടില്ല. പക്ഷെ അങ്ങനെ സ്റ്റീഫൻ നെടുമ്പള്ളി വരാതെ അബ്രഹാം ഖുറേഷിയെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് കണ്ടു വെക്കാവുന്നതാണ്. പക്ഷെ അതിന് പകരം വേറൊരു രീതിയിൽ നെഗറ്റീവായി കാണാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. എന്തായാലും സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേറെ ലെവൽ സിനിമയാണ്. സിനിമ റിലീസ് ചെയ്ത ഇന്ന് ഫാൻസ് ഷോയ്ക്ക് തന്നെ 6 മണിയുടെ ഷോയ്ക്ക് തന്നെ കയറി ഈ സിനിമ കണ്ടു. കാരണം ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ പിന്നെ നമ്മളും ആ ഒരു സമയത്ത് ആദ്യം തന്നെ ഷോ കാണുക എന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ സമീപിച്ചത്. എന്തായാലും ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേരുണ്ട്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. എന്തായാലും ലൂസിഫറിനെ വെച്ചുകൊണ്ടൊക്കെയാണ് പലപ്പോഴും നെഗറ്റീവ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ക നല്ലൊരു രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തവരുമായ ആളുകൾ ഇതിനെതിരെ ചിലപ്പോൾ തിരിഞ്ഞ കാര്യമാണ് ഇന്നിപ്പോൾ രാത്രിയാവുമ്പോൾ വിവാദമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു കാര്യം ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്. ഈ സിനിമയുടെ കഥയിലേക്ക് മറ്റും പോകുന്നത് പലപ്പോഴും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഇനിയും വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്നും സംസാരിക്കുന്ന പോലെ ഇതിൻ്റെ ഒരു മേക്കിംഗ്, പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെയും നടനെയും നമ്മൾ ഒരുപാട് നമ്മളിങ്ങനെ അഭിമാനത്തോടു കൂടി ചേർത്ത് വെക്കാൻ തോന്നും, മലയാളി എന്ന രീതിയിൽ. ഇതിൻ്റെ എഡിറ്റിങ്, മ്യൂസിക്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം, ഈ സിനിമയുടെ ഈ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം പക്ക അത്തരത്തിൽ പക്ക പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിരിക്കുന്ന നടന്മാർ എല്ലാവരും, എന്തായാലും അബ്രഹാം ഖുറേഷിയാണോ സ്റ്റീഫനാണോ എസ്തപ്പാനാണോ മികച്ചു നിൽക്കുന്നതെന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് ലാലേട്ടനാണ്. ഇതിനെല്ലാം പിന്നിൽ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചത് പൃഥ്വിരാജാണ്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ലൂസിഫറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള മുരളി ഗോപി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അതുപോലെ ഡയലോഗിൽ കൊടുത്തിരിക്കുന്ന ഡയലോഗ് വേർഷനൊക്കെ ഒരുപാട്, ഞാൻ തിയേറ്ററിൽ നിന്നും ഇത്തരത്തിലൊക്കെ ഭംഗിയായി എങ്ങനെ ഡയലോഗ് ഡെലിവറി എഴുതാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചു പോയി. അത്ര മനോഹരമായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വൈസും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയലോഗ് വൈസും ചെയ്തിട്ടുണ്ട്. അതിനെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു വേറെ ലെവൽ മാസ് പടം എന്ന രീതിയിലേക്ക് നമുക്ക് എമ്പുരാനെ എടുത്തു വെക്കാവുന്നതാണ്.
മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ഇത്രയും സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ എമ്പുരാൻ തെളിയിക്കുന്നുണ്ട്. ഇന്ത്യ ഒട്ടുക്ക് ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ഇറക്കാൻ മലയാളിക്ക് സാധിച്ചില്ലേ, അത് ചെറിയ കാര്യമല്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ സമയം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഒരു പോർഷനാണ് വരുന്നത്. ഏതാണ്ട് അരമണിക്കൂർ സമയവും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ മേക്കിംഗ് അഡാറ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി കൊണ്ടുപോകുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത്, അതിൽ ഓരോ കഥാപാത്രങ്ങൾ അതിനകത്ത് വന്നു പോകുന്നതും ആ ഒരു കലാപം ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ സൂപ്പറാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് പടം ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ലോ പേസിലേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നീട് അബ്രഹാം ഖുറേഷിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സീന്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ആ സീന് നമ്മൾ പ്രതീക്ഷിച്ച ആ രീതിയിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കിടുവായിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഒരു രക്ഷയില്ല. ആ സമയത്ത് ശരിക്കും ഗൂസ് ബംസ് നമുക്ക് തിയേറ്ററിൽ ഓരോരുത്തർക്കും ഉണ്ടായതായി നമുക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ആർപ്പ് വിളിച്ച് ആഘോഷിക്കുന്ന ആ ഒരു സീന് ഗംഭീരമാണ്. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഗംഭീരമായിട്ട് ലാലേട്ടനും പൃഥ്വിരാജും കട്ടയ്ക്ക് നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയായിട്ട് അത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മലയാള സിനിമയുടെ ഒരു ലെയർ മേലെ ഉയർത്തിയ സിനിമ എന്ന രീതിയിൽ എനിക്ക് ഒരൊറ്റ വാചകത്തിൽ എമ്പുരാനെ പറയാൻ പറ്റും.